400 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 12% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? 400 രൂപ വിലയുള്ള സാധനമല്ലേ മക്കളെ? അപ്പോൾ വാങ്ങിയ വിലയല്ലേ 400. അപ്പോൾ 100% എത്രയെന്ന് എടുക്കാം? 400 രൂപ എന്നെടുക്കാം. ആണോ? 12% ലാഭം ലഭിക്കണമെങ്കിൽ 112% എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് നോക്കിയാൽ പോരെ? 100% 400 രൂപയ്ക്ക് തുല്യമാണ്. 12% ലാഭം ലഭിക്കണമെങ്കിൽ 112% എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് നോക്കിയാൽ. ഇത് ചെയ്യാൻ ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മനക്കണക്കായിട്ട് ചെയ്യാം. കണ്ടോ, ഇത് 4 ഇരട്ടിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് 4 ഇരട്ടി എടുത്താൽ ഉത്തരം കിട്ടും. സോ ആൻസർ 448 എന്നാണ് വരുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അല്ലെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. 112 × 400/100 ഇതാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന സ്റ്റെപ്പ് അല്ലേ? അതായത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ ചെയ്തതുപോലെ ഇത് എത്ര ഇരട്ടിയാണെന്ന് അറിയാമോ എന്ന് നോക്കുക. അറിയാമല്ലോ, അപ്പോൾ അതേ ഇരട്ടി ഇങ്ങോട്ട് എടുത്താൽ മതി. ഇത് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റാത്ത കേസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളഞ്ഞാൽ മതി. ഇതിപ്പോൾ ഒറ്റയടിക്ക് 4 ഇരട്ടിയാണെന്ന് അറിയാമല്ലോ, അപ്പോൾ ഇങ്ങോട്ട് 4 ഇരട്ടി എടുത്താൽ ഉത്തരം കിട്ടിക്കോളും. വെറുതെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ചെയ്താലും 448 കിട്ടിക്കോളും. താങ്ക് യു പറയുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. JOSEKAPPEN. ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക, സ്പേസ് ഇടാതെ. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ എന്താ മെച്ചം എന്ന് ചോദിച്ചാൽ, നമ്മളിടുന്ന യൂട്യൂബിൻ്റെ ക്ലാസ്സുകളൊക്കെ മിസ്സാവാതിരിക്കും, കറക്റ്റ് അപ്ഡേഷൻസ് ലഭിക്കും. അപ്പോൾ എപ്പോഴും വേഗത്തിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് അപ്ഡേഷൻസ് മിസ്സാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം. താങ്ക് യു.